ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ എവിടേക്ക് റെഡി ആവുന്നതെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ലീവ് ആയതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, സന്ദീപേട്ടൻ വർക്കിന് പോയി. അപ്പം റെഡിയാവൽ കാര്യമായിട്ടൊന്നുമില്ല, പൊട്ട് തൊടും, ലിപ്സ്റ്റിക്ക് തൊടും, സിന്ദൂരം തൊടും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. എപ്പോഴും ഏട്ടൻ്റെ കൂടെയാണ് പോവാറ്. ഇപ്പോൾ പ്രാവശ്യം ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞിന് വീട്ടിലിരുന്ന് ബോറടിക്കുകയാണ്. നമുക്ക് അടുത്തൊന്നും അങ്ങനെ കുഞ്ഞിന് കളിക്കാനായിട്ട് ആരുമില്ല. ഒത്തിരി ദൂരം പോകണം കുഞ്ഞിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വീട്ടിലേക്ക്. അപ്പോൾ കുറേ ആയി അവൻ പറയണു പോവാന്ന്. അപ്പം ഞാൻ ഓൾറെഡി ലീവ് ആയതുകൊണ്ട് എന്നാൽ പിന്നെ കുഞ്ഞിനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് കോട്ടയിലേക്കാണ് കേട്ടോ, പാലക്കാട് കോട്ട. അപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങി, നല്ല നേരം നോക്കി ഇറങ്ങിയത്, നല്ല വെയിലായിരിക്കും. ഇത് ഞങ്ങളുടെ ഓടന്നൂർ പാലം ഗൈസ്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നല്ല ഫേമസ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മളിപ്പം വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് ഓട്ടോയിൽ പോയി, പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് പോയത് കേട്ടോ. കുഞ്ഞിന് ബസ്സിൽ പോകാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയും ബസ്സിൽ പോകാമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബസ്സിലാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് എഗെയിൻ ഉച്ചയ്ക്കാണ് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മൾ നേരെ പിന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് ഹോട്ടലിലേക്കാണ് പോയത് കേട്ടോ. നമ്മൾ പോയത് NMR ഹോട്ടലിലാണ്. ഞാൻ മുന്നത്തെ നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, എനിക്ക് ഫുഡിനെക്കാട്ടിലും അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല ഹോട്ടലിലേക്ക് പോകണമെന്നാണ് ഇഷ്ടം. അപ്പം NMRൻ്റെ അതിൻ്റെ മേലത്തെ ഫ്ലോർ എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പാലക്കാട് പോകുന്ന സമയത്ത് കൂടുതലും അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാറ്. അവിടെ മറ്റേ ഈ പൂഴിയിട്ട നിലത്ത് വീഴില്ല എന്ന് പറയുന്ന അത്രയും തിരക്കാണ് പൊതുവേ. എന്നാലും ഞാനും കുഞ്ഞും മാത്രം ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കയറ്റി കേട്ടോ. ഞങ്ങൾ തന്നെ നമ്മുടെ അവിടുത്തെ ആംബിയൻസ് ഞാൻ പറഞ്ഞില്ലേ നല്ല സെറ്റപ്പാണെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല, ജസ്റ്റ് അവിടെ ഇരുന്നു. അവർ ഓർഡർ എഴുതിയെടുത്തു, അപ്പം തന്നെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. കുഞ്ഞിന് മറ്റേ നമ്മളിപ്പം ആ ടേബിളിൻ്റെ മേലെ നമ്മളവിടെ എപ്പോൾ പോകുമ്പോഴും അവനതിങ്ങനെ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. എലിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ഇത് അവിടുത്തെ വെയിറ്ററിനെ കൊണ്ട് ചോദിച്ചിട്ട് ആൾ പേന തന്നു കേട്ടോ. അങ്ങനെ വരച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഓപ്പോസിറ്റ് വേറൊരു ഫാമിലി വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ച് പേന കണ്ടിട്ട് കരയാൻ തുടങ്ങിയപ്പം തൻവിക്ക് തന്നെ കൊടുത്തു കേട്ടോ പേന. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 മിനിറ്റ് മാക്സിമം വെയിറ്റ് ചെയ്തുള്ളൂ കേട്ടോ. അതിനുള്ളിൽ ഫുഡ് വന്നു. കുഞ്ഞ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പെട്ടെന്ന് തന്നെ വന്നു. പക്ഷേ അതിൻ്റെ പകുതി തന്നെ അവൻ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണിയോട് വലിയ താല്പര്യമില്ല. ഞാൻ ഓർഡർ ചെയ്തത് പ്രോൺസ് ബിരിയാണിയാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് പ്രോൺസ് ബിരിയാണി എനിക്ക് ഫേവറേറ്റ് അല്ല, പക്ഷേ NMRലത്തെ പ്രോൺസ് ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതായത് പ്രോൺസ് ഐറ്റംസ് ഒന്നും അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ഫുഡ് ആ ഒരു ടേസ്റ്റ് അവിടെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ എവിടെ നിന്നും ഇഷ്ടമല്ല. പൊതുവേ ബിരിയാണി ഇഷ്ടമല്ല, പക്ഷേ അവിടുത്തെ പ്രോൺസ് ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പം ആ പ്രോൺസ് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവർ വെച്ച് തരും കേട്ടോ. ഇത് ഹാഫ് ബിരിയാണിയാണ്. ഇനി ബാക്കിയിൽ എഗെയിൻ നിറയെ പീസസ് ഒക്കെ ഉണ്ട്. പിന്നെ നോർമലി ഒരു തൈര് സാലഡും പിന്നെ വിനാഗിരിയുടെ ഒരു സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് പിന്നെ അതിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ. അതെനിക്ക് മുന്നേ അറിയായിരുന്നു, ഷെയർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ ഒരു ആഗ്രഹത്തിൽ അത് ഓർഡർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഐസ്ക്രീമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ത് 2 പേർക്ക് 500 രൂപ ബില്ല് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അത് ആ പ്രോൺസ് ബിരിയാണിയുടെ റേറ്റാണ് ഗൈസ്. വല്ലപ്പോഴും അല്ലേ, ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവരതിന് ഐസ്ക്രീം ഷേക്കായിട്ട് കൊടുക്കുന്നില്ല, പിന്നെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മറ്റേ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എഗെയിൻ ഓട്ടോ എടുത്തിട്ട് പാർക്കിലോട്ട് പോയിട്ടോ. അപ്പോൾ ആദ്യം ഡയറക്റ്റ് നമ്മൾ കോട്ടയിലേക്ക് പോകാനുള്ള ടിക്കറ്റാണ് എടുത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കോട്ടയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് വെറുതെ ഞാൻ നടക്കാമെന്നല്ലാണ്ട് അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം വാടികയ്ക്ക് പോകാം. പിന്നെ നമ്മളവിടെ എത്തിയതും ഒരു 2 മണി 2:30 ആ ടൈമിലാണ്. അപ്പോൾ കോട്ടയിലൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നേരെ വാടികയുടെ ഉള്ളിലോട്ടാണ് കയറിയത് കേട്ടോ. വാടികയിൽ പിന്നെ അവിടെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കുട്ടികളുടെ. യുദ്ധം റിലേറ്റഡ് ആയിട്ട് എന്തോ ആണെന്നാണ് എനിക്ക് അവർ പറയുന്നതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സൊക്കെ നോക്കി കുഞ്ഞിന് കുറച്ച് ഫോട്ടോസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ അങ്ങനെ അവനെ അഴിച്ചു വിട്ട്. അവൻ ഓടണ കണ്ടാൽ അറിയാമല്ലോ, അത്രയും സ്വർഗ്ഗത്ത് കിട്ടിയ പോലെയാണ് ഓടുന്നത്. ഇതിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വെറുതെ ഫോൺ നോക്കിയിരിക്കും. പ്രത്യേകിച്ച് കളിക്കാനൊന്നുമില്ല, അടുത്ത വീടുകളിൽ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫോണും നോക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ലീവല്ലേ, ഇത് പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ കുറച്ച് കളിച്ച് നടന്നോളുമല്ലോ. പിന്നെ കുട്ടികളാവുമ്പം അവർക്കിപ്പം ഫ്രണ്ട്സ് അവനൊക്കെ എത്ര നേരം വേണം, അവിടെ ഫുൾ കുട്ടികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 5 മിനിറ്റ് കൊണ്ട് അവർ ഫ്രണ്ട്സായി. ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പ് പോലെ ആയിരുന്നു കേട്ടോ പിന്നൊക്കെ കളിച്ചിരുന്നത്. അവന് നല്ല ഹാപ്പി ആയിട്ടുണ്ടായി. പിന്നെ പൊതുവേ അവന് ഈ സ്ലൈഡ് ചെയ്യുന്ന ഐറ്റംസാണ് കൂടുതലിഷ്ടം. അപ്പോൾ അവിടെ വാടികയിൽ ഇങ്ങനെ നമുക്ക് ആ എൻട്രി പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എൻട്രിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു 25 റുപ്പീസ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ പേയ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതലും സ്ലൈഡിങ് ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. ഇത് പിന്നെ അവൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ കൈ കൊണ്ട്
ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ആക്കി കൊടുത്തിരുന്നത്. അപ്പം ഫോണിൽ വീഡിയോ എടുക്കലും അതും കൂടെ ആവുന്നുണ്ടായില്ല. പിന്നെ ഞാനത് ഫോൺ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം അതിലിരുത്തി. പിന്നെ അവിടെ വേറെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിരുന്നു, കൊച്ചിൻ്റെ ഫാദറാന്ന് തോന്നുന്നു. ആ ചേട്ടനെ പിടിച്ചിട്ട് മെല്ലെ ആട്ടുന്നുണ്ട്. അത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ് വീഡിയോന്, പക്ഷെ മെല്ലെ ആയിരുന്നു കേട്ടോ അവർ ആട്ടുന്നുണ്ടായിരുന്നത്. ഇത് പിന്നെ ഞാൻ സന്ദീപേട്ടനെ ബിഫോർ മാരേജ് ഞങ്ങൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലേസസിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നിർത്തിയിട്ട് കുഞ്ഞിനെ നിർത്തിയിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായി. അവൻ ഇടയ്ക്കിടയ്ക്ക് സ്ലൈഡിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ മെനക്കിടുന്ന പരിപാടി അവൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കളിക്കുന്ന പരിപാടികളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അതിൽ കയറിയിട്ട് അപ്പം തന്നെ ഇറങ്ങി, ഫുള്ളായില്ല. പിന്നെ ഇതിൽ കുറച്ച് നേരം ഈ ബേബി ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് പേടിയാന്ന് പറഞ്ഞിട്ട് മെല്ലെയാണ് ആട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ ആ കുഞ്ഞ് എണീറ്റ് പോയപ്പോൾ അമ്മ എനിക്ക് ഇത്തിരി സ്പീഡിൽ ആട്ടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇത്തിരി സ്പീഡിൽ ആട്ടി കൊടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഇതൊക്കെ വേറെ കുട്ടികൾ ചെയ്യണ കാണുമ്പോൾ ഓടിപ്പോയിരുന്ന് ചെയ്യണം കേട്ടോ. പക്ഷേ വലിയ താല്പര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങും. ഇതാണ് അവന് ഇഷ്ടമുള്ള പരിപാടി, സ്ലൈഡ് ചെയ്യുന്നതാണ് അവന് ഇഷ്ടമുള്ള പരിപാടി. പിന്നെ അതിൽ 2 വട്ടം ഒരു സ്ലൈഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ലൈഡിലോട്ട് പോവും. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു ചെറിയ ബേബിയും കുഞ്ഞിൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായി. അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ഈ ഒരു പ്ലേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട്, അപ്പോൾ എനിക്ക് കുഞ്ഞിന് കണ്ണെത്തുമല്ലോ, അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് അവനവിടെ കളിക്കുന്നുണ്ടായിട്ടോ. അതിൽ കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു, ഒരു അരമണിക്കൂറോളം അതിൽ ആൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എത്ര കളിക്കുകയാണെങ്കിലും ഞാൻ അവനെയല്ല നോക്കുക കേട്ടോ, അവൻ എന്നെയാണ് നോക്കുക. അവൻ 5 മിനിറ്റ് കൂടുമ്പോൾ ഓടി വന്നിട്ട് ഞാൻ കംഫർട്ടബിൾ ആണോ, ഞാൻ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് അവൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് വലിയൊരാളുടെ കൂടെ പോകുന്നൊരു ഫീലാണ്, ഒറ്റയ്ക്ക് പോകുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെനക്കിടുന്ന പരിപാടി ഒന്നും ആശാൻ ഇഷ്ടമല്ലാന്ന്. 2 വട്ടം കറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ മെനക്കിടുന്ന പരിപാടികളിലോട്ട് ആശാൻ മുതിരാറില്ല. ഇങ്ങനെ വല്ല എളുപ്പമുള്ള പരിപാടികൾക്ക് മാത്രമാണ് ശ്രമിക്കാറുള്ളൂ. ദേഹം ഇളകിയ വിയർക്കെന്ന് പറയില്ലേ, ആ പരിപാടിയാണ്. പിന്നെ ഈ കൊച്ചുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടോ. ഇത് ചേച്ചി പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഡ്രോയിങ്ങിന് കോമ്പറ്റീഷൻ വന്ന കുട്ടിയാണ്. കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ചു. പിന്നെ അവളെ കുറേ തപ്പി നടന്നു, ചേച്ചി എവിടെ ഇവർ നടക്കുന്നുണ്ടായി. ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തില്ല. ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ ഇടയിൽ ആ കുട്ടി പോയി ഇരുന്നായിരുന്നു. ഇത് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ കുട്ടീനെ പോയി ഡിസ്റ്റർബ് ചെയ്യും. അതൊരു കോമ്പറ്റീഷനല്ലേ. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തില്ല. പിന്നെ കുറേ നേരം തിരഞ്ഞാൽ ചേച്ചി പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്പോൺസർ വന്നു ഗൈസ്. സന്ദീപേട്ടൻ വന്നു കേട്ടോ അങ്ങോട്ട്. ഞാനും കുഞ്ഞു തന്നെയാണല്ലോ, അപ്പോൾ വർക്ക് വേഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ വാടികയിലേക്ക് പോകാൻ അപ്പുറത്ത് കോട്ടയിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്കും കുഞ്ഞിനും മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം സന്ദീപേട്ടനും കൂടി പോയി ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ 3 ആളും കൂടി കോട്ടയിൽ പോയിട്ടോ. പക്ഷേ കോട്ടയിൽ നമ്മളധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് വെയിൽ, എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത്. ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ചുണ്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീട്ടിൽ വരുന്നതിന് മുന്നേ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏട്ടാ അവിടെ കണ്ടപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് കോട്ട കേട്ടോ. മേലെ മാനത്തിൻ്റെ കളർ നോക്കൂ ഗൈസ്, നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഞങ്ങൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിറയെ മീനുകളുണ്ട്, ആമയുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ടയേർഡായി കേട്ടോ. അവനാണ് ഓടി കളിച്ചിരുന്നത്, വെയിലത്തിരുന്നിട്ട് ഞാൻ ടയേർഡായി. നമ്മൾ പോകുമ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോകണം. ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റും. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് വാടിക, നമുക്ക് ഇങ്ങനെ നടക്കാം. പിന്നെ കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോ എടുക്കാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ സൈഡിലായിട്ട് കപ്പിൾസ് നിറയെ പേരുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വീഡിയോ എടുക്കുമ്പം അവർക്കൊരു പ്രൈവസി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യാൻ നിന്നില്ല. ഇതെന്തോ ജയിലാന്നൊക്കെ പറയുന്നുണ്ട് ഈ സന്ദീപേട്ടൻ കേട്ടോ. ആ ഉള്ളിൽ കാണുന്നത് അവിടെ പണ്ടത്തെ ജയിലാന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ ഏട്ടൻ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനപ്പോൾ അങ്ങനെ വിട്ടു. പിന്നെ ചില കാര്യങ്ങൾ ഇതിങ്ങനെയൊക്കെ കിടക്കുന്ന ചില വ്യൂസ് മാത്രം റെക്കോർഡ് ചെയ്തു. പക്ഷേ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവൻ നിൽക്കുന്നില്ല, അവൻ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അവൻ്റെ പിന്നാലെ ഓടിയില്ലെങ്കിൽ ശരിയാവില്ല. ഒന്നാമത് നമുക്കറിയാത്ത സ്ഥലം, ഓരോ ചെറിയ കുട്ടികളെ ഓടി വന്ന് അതിൻ്റെ മേലെ നിന്ന് അടിയിലോട്ട് ചാടണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഇവൻ ഓടുന്നത് കൊണ്ടിട്ട്. അപ്പം ഞാൻ അവൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. ഈ കോട്ടൻ്റെ ഒരു സൈഡിൽ ഫുള്ള് കപ്പിൾസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് വീഡിയോ കവർ ചെയ്യാണ്ട് വേറൊരു സൈഡിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ട് പോയത്. ഇനി അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പോകണം. നമ്മളെപ്പോഴും കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലി ആയിട്ടൊക്കെയാണ് പുറത്ത് പോകാറുള്ളത് കേട്ടോ. നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പുറത്തൊന്നും പോകാറില്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. തന്നെ പോകുന്നത് ഇഷ്ടമാണ്, മീൻസ് ഏട്ടൻ്റെ കൂടെ തന്നെ പോകുന്നതും ഇഷ്ടമാണ്, ഫാമിലിയുടെ കൂടെയും പോകുന്നത് ഇഷ്ടമാണ്.
അവിടെ ഞങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. കോട്ടയിൽ പോകുമ്പം ഈ ഒരു പേരാരെങ്കിലും കാണുകയാണെങ്കിൽ പറയാനും അറിയാനും വഴിയൊന്നുമില്ല, കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ കൂടെയൊക്കെ നടന്നു. ഇനിയും കുറേ കോട്ടയിൽ നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ അത്രയൊന്നും നടന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. സന്ദീപേട്ടൻ ഡീസൻ്റായിട്ട് ആക്ട് ചെയ്യാണ് ഗൈസ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾ ഡീസൻ്റ് ആവും, പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞിനോട് ഓരോ നുണയൊക്കെ പറയാൻ അവൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇനിയും പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായി. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എങ്ങനെയൊക്കെയോ പുറത്തിറക്കി. ഇവനെ കൊണ്ടുപോകാനല്ല ഗൈസ് ബുദ്ധിമുട്ട്, കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ നമ്മൾ പോകുന്നു കേട്ടോ. ഞാനും ഉണ്ണികൂടി തന്നെയാണ് പോയത്. പിന്നെ ഏട്ടൻ അങ്ങോട്ട് വന്ന്, ഏട്ടന് ഇത്തിരി മനസ്സമാധാനക്കുറവുണ്ട് തന്നെ പോകുന്നതുകൊണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല, ഞാൻ എങ്ങനെ പോവും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഏട്ടൻ പിന്നെ അങ്ങോട്ട് വന്നു കേട്ടോ വിളിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ പോയത് ഇന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അതിലെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. ഇനി കുറച്ച് ഫോട്ടോ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഇത് നമ്മൾ 2021 എടുത്തതാണ്. കണ്ട കുഞ്ഞിന് ചെറിയ പ്രായത്തിലെടുത്തതും ഇപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.